ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടമാകുന്ന കുരുന്നുകൾ. ആഹാരമില്ല, വസ്ത്രമില്ല, കയറിക്കിടക്കാൻ ഒരു ആശ്രയമില്ല. ആകെയുള്ളത് ഒരു ഉറപ്പ് മാത്രമാണ്: അടുത്ത നിമിഷം മരണം എൻ്റെ അരികിലേക്കെത്തും. ഫലസ്തീൻ ജനത ലോകം കണ്ട അതിക്രൂരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രയേലിന്റെ പൈശാചിക മുഖം ലോകം വീണ്ടും കാണുകയാണ്. കഴിഞ്ഞ മാസമാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചത്. ഗാസ പിടിക്കാനുള്ള 5 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റിലെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാസ മുനമ്പ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചതെങ്കിലും ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. വലിയ പിഴയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് ഇസ്രായേലിലെ UK അംബാസിഡർ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചു. പക്ഷേ നെതന്യാഹു മനുഷ്യക്കുരുതിക്ക് ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. ഹമാസിനെ നിരായുധരാക്കുക, എല്ലാ ഇസ്രായേലി തടവുകാരെയും തിരികെ എത്തിക്കുക, ഗാസ മുനമ്പിലെ സൈന്യത്തെ പിൻവലിക്കുക, പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, ഹമാസോ ഫലസ്തീൻ അധികൃതരോ അല്ലാതെ മറ്റൊരു ഭരണ സംവിധാനം സജ്ജമാക്കുക എന്നീ പദ്ധതികളുമായി ചോരക്കൊതി തീരാതെ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സർവ്വസജ്ജമാണ്. എന്നാൽ ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ ഇസ്രായേലി തടവുകാരുടെ കുടുംബങ്ങൾ അടക്കം രംഗത്തെത്തിയെങ്കിലും നെതന്യാഹുവിന്റെ കടുത്ത നടപടി 60,000-ഓളം റിസർവ് സൈനികർക്ക് അറിയിപ്പ് നൽകുക എന്നത് തന്നെയായിരുന്നു.